ജലീൽ കണ്ണമംഗലം ചേരുകയാണ് ജിദ്ദയിൽ നിന്ന്. ജലീൽ, സൗദിക്ക് നേരെ ഈ ദിവസങ്ങളിലെല്ലാം കടുത്ത ആക്രമണമായിരുന്നു. ഇന്നലെ രാത്രിയിലും അത് തുടർന്നു. പക്ഷേ എണ്ണപ്പാടങ്ങൾക്ക് സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരെ നടക്കുന്ന ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ രംഗത്ത് വരികയാണ്. ഇറാൻ ആക്രമണം അവസാനിപ്പിക്കണമെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. നയതന്ത്ര ബന്ധം പോലും അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് പോകുന്നു. ഇനി ഒരു ഇഞ്ച് പോലും, അല്ലെങ്കിൽ ഇനിയൊരു ആക്രമണം അത് അനുവദിച്ചുകൂടാ എന്ന നിലയിലേക്ക്, അത് ഇറാന്റെ ഭാഗത്തു നിന്നായാലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നായാലും ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്ന ഒരു സമ്മർദ്ദം ചെലുത്തുന്ന നിലയിലേക്ക് ഗൾഫ് രാഷ്ട്രങ്ങൾ പോവുകയാണോ? സൗദിയിലെ സാഹചര്യം എന്താണ്? ഗോകുൽ, ദിൽന, ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണ പരമ്പരയാണ് സൗദിക്ക് നേരെ കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായത്. 16 ഡ്രോണുകളും 11 മിസൈലുകളും സൗദി പ്രതിരോധ സേന കഴിഞ്ഞ രാത്രി വിജയകരമായി തകർത്തു. പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം തലസ്ഥാന നഗരമായ റിയാദും സാമ്പത്തിക തന്ത്രപ്രധാന മേഖലയായ കിഴക്കൻ പ്രവിശ്യയും ലക്ഷ്യമിട്ടാണ് ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയെ സംബന്ധിച്ചിടത്തോളം റിയാദിലെ സാഹചര്യമാണ് ഏറ്റവും ഗൗരവം. നഗരത്തിന് നേരെ തൊടുത്തുവിട്ട 8 ബാലിസ്റ്റിക് മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധ സേന തകർത്തു. എന്നാൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയിൽ പതിച്ചതിനെ തുടർന്ന് ഏഷ്യൻ വംശജരായ 4 പ്രവാസികൾക്ക് പരിക്കേറ്റു എന്നാണ് സിവിൽ ഡിഫൻസ് വക്താവ് അറിയിക്കുന്നത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. റിയാദിലെ ഒരു താമസ സ്ഥലത്താണ് മിസൈൽ ഭാഗങ്ങൾ വീണത്. ഇതിനെ തുടർന്ന് കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും ഭാഗികമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തെക്കൻ റിയാദിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് സമീപവും മിസൈലിന്റെ ഭാഗങ്ങൾ പതിച്ചു. മേഖലയിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാനായി വിവിധ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ റിയാദിൽ എത്തിയത് ഇന്നലെ രാത്രിയായിരുന്നു. ഈ സമയത്താണ് ആക്രമണം ഉണ്ടായത് എന്നത് ശ്രദ്ധേയമാണ്. ജോർദാൻ, തുർക്കി, ഖത്തർ, ബഹ്റൈൻ, UAE, അസർബൈജാൻ, സിറിയ തുടങ്ങി പല രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ റിയാദിൽ എത്തിയ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ ഈ സമ്മേളനം അല്പം മുമ്പാണ് റിയാദിൽ നടന്നത്. ഏറെ വൈകിയാണ് ഈ യോഗം സമാപിച്ചത്. ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ വളരെ ശക്തമായ പ്രതിഷേധമാണ് യോഗത്തിലുണ്ടായത്. അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും കരാറുകളുടെയും ലംഘനമാണ് എന്ന് യോഗത്തിൽ സംസാരിച്ച സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. ഈ ആക്രമണങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും മേഖലയിൽ ഭീകര സംഘങ്ങളെ വളർത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഇറാന്റെ സ്ഥിരം ശൈലിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇസ്ലാം മതം പഠിപ്പിക്കുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇത്തരം ആക്രമണങ്ങൾ എന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട്. അയൽ രാജ്യങ്ങളുമായുള്ള മര്യാദ ഇറാൻ ലംഘിച്ചു. ഗൾഫ് രാജ്യങ്ങളുടെ കരുത്തിനെ കുറച്ച് കാണരുത് എന്നും സൗദി വിദേശകാര്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്നലെ രാത്രി മറ്റൊരു പ്രധാന ആക്രമണം നീക്കം നടന്നത് സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലാണ്. സൗദിയുടെ ഊർജ വാതക നിലയങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ആക്രമണം ഉണ്ടായത്. ഒരു ഗ്യാസ് പ്ലാന്റിന് നേരെ 2 തവണ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി. കൂടാതെ മേഖലയിലെ ഒരു പ്രധാന ഊർജ്ജ നിലയം ലക്ഷ്യമാക്കി വന്ന 5 ഡ്രോണുകളെയും പ്രതിരോധ സേന വെടിവെച്ചിട്ടു. കിഴക്കൻ പ്രവിശ്യയിൽ മാത്രം വിവിധ ഘട്ടങ്ങളിലായി 15 ഡ്രോണുകളും 2 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് കഴിഞ്ഞ രാത്രി തകർത്തത്. അതായത് രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായ എണ്ണ വാതക മേഖലയെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലായിരുന്നു ഈ നീക്കങ്ങളൊക്കെ. ഇതിനു പുറമെ അൽഖർജ് മേഖലയിലും ഇന്നലെ രാത്രി ഒരു ഡ്രോൺ ആക്രമണം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ആകെ കണക്കെടുത്താൽ 16 ഡ്രോണുകളും 11 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് കഴിഞ്ഞ രാത്രി പ്രതിരോധ സേന തകർത്തത്. റിയാദിലും അൽഖർജിലുമൊക്കെ ആളുകൾക്ക് അപകട മുന്നറിയിപ്പ് കഴിഞ്ഞ രാത്രി ലഭിച്ചിരുന്നു. ആക്രമണം നടന്ന ഉടൻ തന്നെ സിവിൽ ഡിഫൻസ് സംഘം ഈ അപകട സ്ഥലത്ത് എത്തിയിരുന്നു. പ്രത്യേകിച്ച് റിയാദിൽ പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനൊപ്പം മിസൈൽ അവശിഷ്ടങ്ങൾ വീണ സ്ഥലങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളെയും സാധാരണക്കാരെയൊക്കെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം പ്രകോപനങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഗോകുൽ, ദിന്ന. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒപ്പം മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നും. ഏതായാലും ഗൾഫ് രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഈ ഇറാൻ ആക്രമണം അവസാനിപ്പിക്കണം, ഒപ്പം ഇസ്രായേലിലെ ആക്രമണം അവസാനിപ്പിക്കണം എന്നത് ഇന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്. കാരണം അവരുടെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ഇതിൽ പങ്കാളികളല്ലെങ്കിലും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവരാണ്. അവരുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിലേക്ക് UAE അടക്കം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന നിലയിലേക്ക് പോവുകയാണ്. അപ്പോൾ സൗദിയിലേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവരുടെ എണ്ണ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ വലിയ ആശങ്കയുമുണ്ട്. പെരുന്നാൾ പ്രമാണിച്ചെങ്കിലും ഒരു ഇടവേള യുദ്ധത്തിനുണ്ടാകും. സമാധാനത്തോടുകൂടി പെരുന്നാളെങ്കിലും ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.